ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇന്ന് പുതിയ ട്യൂട്ടോറിയൽ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എംബ്രോയ്ഡറി സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള 3 ചെയ്തിട്ടുണ്ടായി. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത 3 പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിച്ച അതേ സാധനങ്ങൾ തന്നെയാണ് ഈ പ്രാവശ്യവും വേണ്ടത്. ഫ്രെയിം, കോട്ടൺ ക്ലോത്ത് വൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, നൂല്, സൂചി, പിന്നെ കട്ടർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ആദ്യത്തേതാണ് സ്റ്റെം സ്റ്റിച്ച്. സ്റ്റെം എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് നമ്മളിന്ന് ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നതല്ല, എന്നാലും കുറച്ച് വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് പാടാണിത് ചെയ്യാനായിട്ട്. ആദ്യം ചെയ്തു വന്നു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നൂല് സൂചിയിൽ കോർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഒരു ബാക്ക് സ്റ്റിച്ച് എടുക്കുക. ബാക്ക് സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എടുക്കുക, എന്നിട്ട് അത് നേരെ വീഡിയോ കാണുന്ന പോലെ ഫ്രണ്ടിലേക്ക് കുത്തി എടുക്കുക. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യണം. സൈഡിൽ കുത്തി, ഈ എടുത്തേക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു സൈഡിൽ തന്നെ ചെറുതായിട്ട് നീക്കി ഒരു കുത്തി സൂചി പൊക്കിയെടുക്കുക. എന്നിട്ട് നേരെ ഫ്രണ്ടിലേക്ക് കുത്തിയെടുക്കുക. വീഡിയോ ചെയ്യണ പോലെ നോക്കി ചെയ്താൽ മതി. ആദ്യം ചെയ്യുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എളുപ്പമായിക്കോളും. ഈ സ്റ്റിച്ച് നമുക്ക് എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ എംബ്രോയ്ഡറീസ് ചെയ്യണതിൽ ലെറ്റേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്യില്ലേ, അതിൽ ഈ സ്റ്റിച്ചസൊക്കെ വരുന്ന അടിപൊളിയായിരിക്കും. നമ്മളിതിൽ ലെറ്റേഴ്സ് വെച്ചൊക്കെ ചെയ്യുമ്പോൾ നല്ല എഡ്ജും ലെറ്റേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ലൈനും എല്ലാം തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് സ്റ്റെം സ്റ്റിച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഒന്നും കൂടി പറയാം, സ്റ്റെം സ്റ്റിച്ച്. ഇത് അത്യാവശ്യം എല്ലാവരും കേൾക്കാൻ ചാൻസ് ഇല്ല. ഇത് പുതിയൊരു ഇതാണ്, നിങ്ങൾക്കും പുതിയതാണെന്ന് വിശ്വസിക്കുന്നു. ഇത് വീഡിയോ കാണുന്ന പോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇത് എളുപ്പമെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡാമത്തെയാണ് ഇതുവരെ നിലവിൽ ആരും കണ്ടിട്ടുണ്ടാവില്ലാത്തതും പിന്നെ കുറച്ച് ക്യൂട്ട് ആൻഡ് ഹമ്പിൾ സിമ്പിളായിട്ടുള്ളവരാണ് അടുത്തതായിട്ട് പറഞ്ഞത്. ഇതിന് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇതിന് വേണ്ടി നമുക്ക് 2 കളേഴ്സ് ആവശ്യമാണ്. 2 കളർ നൂല് നമുക്ക് ഇതിനകത്ത് ആവശ്യമാണ്. നമുക്ക് ആദ്യം ഒരു കളർ നൂലിൽ കോർത്തതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർട്ട് 1 വീഡിയോ ഞങ്ങൾ മെൻഷൻ ചെയ്ത് വെച്ചേക്കാം. കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ മെൻഷൻ ചെയ്തേക്കാം. അറിയാത്തവർ കയറി കണ്ടു നോക്കണേ. നമ്മൾ ആദ്യം ഒരു കളർ കൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണം. അറ്റം വരെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു. അതിനുശേഷം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം റണ്ണിങ് സ്റ്റിച്ച് അവിടെ ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്യാൻ ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ലോക്ക് ചെയ്യാൻ പാടാണ് എന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ലോക്ക് ചെയ്യുന്ന വീഡിയോ പെർഫെക്റ്റായിട്ട് കാണിച്ചു തരാം. റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞ് ലോക്ക് ചെയ്ത ശേഷം റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മറ്റൊരു കളർ നൂല് കോർത്ത് വെച്ചിട്ടില്ലേ, അത് താഴെ കൂടി മീൻസ് ക്ലോത്തിൻ്റെ അടിയിൽ കൂടി കുത്തി മേളിലേക്ക് എടുക്കുക. അതിനുശേഷം വീഡിയോ കാണുന്ന പോലെ റണ്ണിങ് സ്റ്റിച്ചിൽ ഓരോ സ്റ്റിച്ചസ് ഉണ്ടാവില്ലേ, റണ്ണിങ് സ്റ്റിച്ചിൽ ഓരോ സ്റ്റിച്ച് പോലെ വന്നിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടി എങ്ങും കുത്തണ്ട. ആദ്യം സൂചി കുത്തിയത് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ സൂചി കടത്തി നൂല് അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. വീഡിയോയിൽ നല്ല പെർഫെക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ആദ്യം നൂല് അതിൻ്റെ ഉള്ളിൽ കൂടി സൂചി അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, എന്നിട്ട് നൂല് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ അടുത്ത കളർ നൂല് വന്ന് കയറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നേരെ കണ്ടിന്യൂ ചെയ്യുക. നേരെ പുറകിലോട്ടെടുത്ത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റിച്ചിൻ്റെ ഇതിൽ നിന്ന് ഉള്ളിലേക്ക് നമ്മുടെ നൂല് കയറ്റി കൊടുക്കുക, വലിച്ച് എടുക്കുക. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതിനാണ് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. 2 കളർ നൂലാണ് ഇതിനാവശ്യം. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മളുടെ രണ്ടാമത്തെ നൂലിൻ്റെ കളർ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയെടുക്കുക. ഇതാണ് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നൂലും ഈക്വൽ എമൗണ്ടിലായിരിക്കും കാണുന്നത്. ഇപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യണതിനനുസരിച്ചായിരിക്കും ഈക്വൽ എമൗണ്ട് ആവുന്നത്. ഇതാണ് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നെക്സ്റ്റാണ് ഇതുപോലെ തന്നെയുള്ളതാണ് അടുത്തതും, വിപ്പിഡ് ബാക്ക് സ്റ്റിച്ച്. നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതുപോലെയല്ല, നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിന് ബാക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലെങ്കിൽ വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, അതിൽ കയറി നോക്കിയാൽ മതി.
വിപ്പിഡ് ബാക്ക് സ്റ്റിച്ചിന് നമ്മൾ ആദ്യം ഒരു ലൈനിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ വിപ്പിഡ് റണ്ണിങ് ചെയ്തതുപോലെ തന്നെ 2 നൂല് വേണം ഇതിനും. അടുത്ത നൂല് ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കുക. കയറ്റിയിട്ട് കുത്തിയെടുക്കുക. നമ്മൾ വിപ്പിഡ് റണ്ണിങ് ചെയ്തതുപോലെ തന്നെ വിപ്പിഡ് ബാക്കിലും കൂടി ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഇത് അവസാനം ഇങ്ങനെ ചെയ്ത് വന്ന് അവസാനം അതിൽ ലോക്ക് ഇട്ട് കൊടുക്കുക. ചെയ്ത് വരുമ്പോൾ ഈ രണ്ടും ഒരേ എമൗണ്ടിൽ ഈക്വലായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടാവും കാണാനായിട്ട്. ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത നൂലിനേക്കാളും കൂടുതലായിട്ടായിരിക്കും നമ്മൾ ഈ ചെയ്ത നൂല് കാണാൻ പറ്റുക. നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് ഇട്ടിട്ടുണ്ടാവും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൽ വിപ്പിഡ് റണ്ണിങ്ങിൽ കുറച്ചും കൂടി നൂലെടുത്ത് കാണുന്നത് ഈ കളർ നമ്മൾ രണ്ടാമത് ചേർത്ത നൂലായിരിക്കും. ഇതിൽ 2 നൂലും ഈക്വലായിട്ട് വിപ്പിഡ് ബാക്കിൽ 2 നൂലും ഈക്വലായിട്ട് കുറച്ചും കൂടി ക്യൂട്ടായിട്ട് കാണാൻ പറ്റും. എൻ്റെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എനിക്ക് വിപ്പിഡ് ബാക്ക് സ്റ്റിച്ചാണ്. അത് കാണാനായിട്ടാണ് കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ളത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞു ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇനി അടുത്ത വീഡിയോ വരും വരെ ബായ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇനി ഇതിൻ്റെ പാർട്ട് 3 വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.